ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ലോകം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ ഞാൻ അത് ഫ്രം സ്ക്രാച്ച് ഒന്നുമല്ല ഉണ്ടാക്കണത്. ഈ കേക്ക് മിക്സ് ഇവിടെ അവൈലബിൾ ആണ്, അത് വെച്ച് ഉണ്ടാക്കാനാണ്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. ഞാൻ ഇതുവരെ അവനിലൊന്നും കേക്ക് ബേക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു ബേക്കിംഗ് പേഴ്സണേ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാമെന്ന്. ആൻഡ് എന്തിനാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇൻ 2 days ബേസിൽ ബാറ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു ഹോം മെയ്ഡ് കേക്ക് ആവാമെന്ന്. ഹോം മെയ്ഡ് എന്ന് പറഞ്ഞാലും ഈ പാക്കറ്റ് ഇങ്ങനെ വരുന്നതാണ്. പക്ഷെ എന്നാലും നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല നന്നാവുമെന്ന്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഈ പർട്ടിക്കുലർ ബ്രാൻഡാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഇതിന് എക്സ്ട്രാ ആയിട്ട് ആവശ്യമുള്ളത് 3 large eggs. ഞാനിവിടെ എല്ലാം സെയിം സൈസേ ഉള്ളൂ നമുക്ക്, അതുകൊണ്ട് 3 eggs. പിന്നെ 80 gram ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ 1/3 കപ്പ്, അത് 80 ml. അപ്പോൾ ഞാനിവിടെ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2/3 കപ്പ് വാട്ടർ അല്ലെങ്കിൽ മിൽക്ക്. അപ്പം അത് ഞങ്ങൾ വിചാരിച്ചു, സോ 1/3 വാട്ടർ മിൽക്കും കൂടെ ആഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് 45 minutes ആണ് ബേക്കിംഗ് ടൈം. ആൻഡ് ബേക്കിംഗ് ട്രേ ഇവിടെ റെഡിയാണ്. മിക്സ് ചെയ്യാനുള്ള സാധനം ഇവിടെ റെഡിയാണ്. ബട്ടർ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ബേക്കിംഗ് പേപ്പർ നമ്മളുടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. കം വിത്ത് മീ. ആദ്യം 3 egg പൊട്ടിച്ചൊഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്കിത് കുറച്ച് പെട്ടെന്ന് ചെയ്യണം, ബിക്കോസ് അച്ഛൻ വരുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നടക്കുമോ എന്നറിയില്ല. ഓൾറെഡി 3:45 ആയി. വീട് ഫുള്ള് അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഞങ്ങൾ അച്ഛൻ അറിയാതെ കുറച്ച് പ്രപ്പൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ എന്തായാലും വീഡിയോ ലേറ്റർ നിങ്ങൾക്ക് വരുമ്പോൾ കാണാം. ബിക്കോസ് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നാളെ നമ്മൾ ഒരു ഹിൽസിൽ പോവുക. ഹിൽസിൽ ബാക്കി ഫ്രണ്ട്സും വരും. അന്നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛൻ അറിയാതെ ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ നമ്മുടെ മട്ട റൈസും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ കൊണ്ടുവരിക. അന്നേരം നമ്മുടെ പരിപാടിയിലുള്ളത് അച്ചാച്ചൻ ഇല്ലാത്തപ്പോൾ കുക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഭയങ്കര ഒരു പ്രശ്നമാണ്. അച്ചാച്ചൻ അറിയാതാണ് നമ്മൾ ചെയ്യണേ. അച്ചാച്ചന് ഒരു ഐഡിയ ഇല്ല നാളെ പോകുന്ന കാര്യത്തെ പറ്റിയൊന്നും. ആകെ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമെന്ന് പറഞ്ഞു, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. അതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കാം എല്ലാ ഫ്രണ്ട്സോടൊപ്പം. എന്തായാലും കട്ടപ്പണിയാണ്. അച്ചാച്ചൻ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് അറിയാതെ ചെയ്യുകയും വേണം. പിന്നെ ഇവര് റിൻസും ഉണ്ണിയും ഉള്ളതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. അല്ലെങ്കിൽ ഭയങ്കര പാടെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മിക്സ് ആഡ് ചെയ്യാം. സോ ഇതിൻ്റെ ഫ്രോസ്റ്റും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതെന്തോ മൈക്രോവേവ് ചെയ്താൽ മതി എന്നാണ് എഴുതിയേക്കണേ. നമുക്ക് നോക്കാം. സോ കേക്ക് മിക്സ് ആഡ് ചെയ്യുക. നല്ല മണമുണ്ട്. ഇവരുടെ ഈ പ്രൊഡക്റ്റിന് ജനറലി നല്ല റിവ്യൂ കണ്ടു. ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടൊക്കെ നോക്കി. വാട്ടറും കൂടെ ഒഴിച്ചിട്ട് ഇനി ഇത് ചെയ്താൽ മതി. അപ്പോൾ 1/3 കപ്പാണ്. ഇത് ഞാൻ 1/3 കപ്പിൻ്റെ സാധനമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓയിൽ ഓർ ബട്ടറാണ്. ബട്ടർ നമ്മൾ ചെയ്യണില്ല, ഓയിലാണ് ചെയ്യണം. വെജിറ്റബിൾ ഓയിൽ എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, സോ 1/3 കപ്പ് നമ്മൾ ഓയിൽ ഒഴിച്ചു. ഇനി നമ്മൾ 2/3 കപ്പിൽ 1/3 കപ്പ് ഞാൻ വെള്ളവും 1/3 കപ്പ് ഞാൻ പാലും ഒഴിക്കണേ. ഇത് വെള്ളം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇലക്ട്രിക് മിക്സറിൽ അല്ലെ ഹാൻഡ് മിക്സർ വെച്ചൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. ഞാൻ മിക്കവാറും നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു, ഇത് എങ്ങാണം ശരിയായില്ലെങ്കിൽ. ഓൾസോ ഇതിൽ ആഡ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. ഞാനത് എടുത്തിട്ട് വരാം. ഇത് വാനില എക്സ്ട്രാക്റ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫ്ലേവർ നല്ല കിട്ടാറുണ്ട്. എനിക്കറിയില്ല ഇത് ഓക്കെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കേക്കിലും ഒക്കെ ആഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്.
എന്തായാലും മിക്സിയിൽ അടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേയൊക്കെ ആയിട്ടുണ്ട്, എന്നാലും ചെറിയ ലംസൊക്കെ എവിടെയെങ്കിലും കാണും. അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം. ഓക്കെ ഗൈസ്, വർക്ക് ചെയ്യുന്നുണ്ട്. മിക്സിയിലും വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എന്നെപ്പോലെ ഒരു ദിവസത്തിൽ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഹാൻഡ് ഹെൽഡ് മിക്സറൊന്നും ഇല്ലെങ്കിലും പറ്റുമായിരിക്കുമെന്ന്, അല്ല ഇത് വർക്ക് ചെയ്യുവാണെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു പറ്റുമായിരിക്കുമെന്ന്, കാരണം ഇതിൻ്റെ ലംസൊക്കെ പോയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്, നല്ല മണവും ഉണ്ട് അല്ലേ? ഒരു 30 സെക്കൻഡ് കൂടെ വെക്കാം. സെറ്റായെന്ന് തോന്നണേ. സ്മൂത്ത് ആയിട്ടുണ്ട്. സാധാരണ എനിക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും തോന്നാത്തതാണ്, പക്ഷെ ഇപ്രാവശ്യം എനിക്കെന്തോ എനിക്ക് തന്നെ ഉണ്ടാക്കണം എന്ന് തോന്നി. പിന്നെ ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടും കുറച്ചായി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ ഒത്തൊരു അവസരം വന്നപ്പോൾ ചെയ്തേക്കാമെന്ന്. ഇതെന്തായാലും അച്ചാച്ചൻ അറിയും, ബിക്കോസ് 4 മണിയായി ഓൾറെഡി. എനിക്കിന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി ജസ്റ്റ് ഞാൻ പെട്ടെന്ന് 3 മണിക്ക് ലീവ് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഞങ്ങൾ വേറെ പണികളൊക്കെ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ. അതുകൊണ്ട് ഇത് ഇത്രയും ലേറ്റായി പോയത്. അതൊന്നും അച്ചാച്ചനെ ഒട്ടും കാണിക്കാൻ പറ്റത്തില്ല. ഇത് പിന്നെയും കാണിക്കാൻ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറയാറുണ്ട്, ഉണ്ടാക്കിയില്ലെങ്കിലും. അച്ചാച്ചൻ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ള പേടിയിലിരിക്കുവാണ് ഞങ്ങൾ. പിന്നെ ഞാൻ വേറൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു, പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇത് ചെയ്യണമെന്ന്. ഞാൻ അതുകൂടെ ചെയ്യാം. സോ ഞാൻ കുറച്ച് പൊടിയും കൂടെ ഇടുക. എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന്. ഭയങ്കരമായിട്ട് ബേക്കൊക്കെ ചെയ്യുന്നവർ എന്നോട് ക്ഷമിക്കുക. സോ ഇങ്ങനെ പൊടി ഇങ്ങനെ ഇടണം, എന്നിട്ട് എക്സസ് ഉള്ളത് കളയണം. അന്നേരം കേക്ക് ഈസി ആയിട്ട് പോരും. കറക്റ്റ് ആണോ എന്തോ. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ മാത്രം ഇതൊക്കെ പരീക്ഷിച്ചാൽ മതി കേട്ടോ. എക്സസ് വന്നത് ഞാൻ തട്ടാൻ പോവാം. ഓക്കെ, മതിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒഴിക്കാം. ഞാൻ ഓൾറെഡി അവൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, പറഞ്ഞായിരുന്നല്ലോ. ഞാൻ അച്ചാച്ചനെ കടയിൽ ഒരു സാധനം മേടിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ എന്തായാലും അത് 45 മിനിറ്റ്സ് ഒന്നും എടുക്കില്ല, പക്ഷെ ആ ഒരു ടൈം ഇനി ഒന്ന് ഷെയ്ക്ക് ചെയ്യണം എന്നാണ്. ഷേപ്പ് കൊളാവുമെന്നാണ് തോന്നണം. കുഴപ്പമില്ല, നമുക്ക് മൂലകൾ പിന്നീട് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയുമല്ലോ കേട്ടോ, നമുക്ക് കഴിക്കാം. പക്ഷെ ഞാനിത് എങ്ങനെ കൊണ്ടുപോകും ഒന്നും അറിയില്ല. ഓക്കെ, ഞാൻ ഇത് ബേക്കിംഗ് വെക്കാൻ പോവാ കേട്ടോ. 40 to 45 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. 40 to 45 സോ 40 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് മറ്റേ ടൂത്ത് പിക്ക് ഇട്ട് നോക്കാം. 42 വെച്ചിട്ട്. ഗൈസ്, പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാനും ഉണ്ണിക്കുട്ടനും ഇവിടെ ഇപ്പം തന്നെ കേക്ക് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേങ്കിൽ അച്ചാച്ചൻ വന്നിട്ട് പറഞ്ഞു നാളെ ചെറിയൊരു വിശേഷമുണ്ട്. നാളെ അല്ല, മറ്റന്നാൾ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഈ കേക്ക് തരാമോ ബർത്ത്ഡേക്ക് മുറിക്കാണെന്ന്. അതല്ലേ എന്താ അച്ചാച്ചൻ ഒരു ഡയലോഗ് പറഞ്ഞത്? നീ ഉണ്ടാക്കുന്ന കേക്ക് കട്ടിയില്ലല്ലേ ബർത്ത്ഡേ സ്പെഷ്യൽ, അല്ലാണ്ട് പുറത്തുനിന്ന് മേടിക്കുന്ന കേക്കാണ് ബർത്ത്ഡേ സ്പെഷ്യൽ. പക്ഷെ ഇത് സക്സസ് ആവുമോ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ കുറെ വാൺ ചെയ്തു വെച്ചാ ഞങ്ങൾക്ക് ഇത് ഇപ്പൊ കഴിക്കണമായിരുന്നു എന്നൊക്കെ. ഇപ്പൊ കഴിച്ചാലും നാളെ കഴിച്ചാലും നമ്മുടെ വീട്ടിലോട്ടല്ലേ പോകണം. അപ്പൊ നാളെ അത് മതി. അപ്പൊ അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷനിലാണ്. സാധനം സെറ്റ് ആവുകയാണെങ്കിൽ എന്നാൽ ഞങ്ങൾ വിചാരിക്കും എന്നാൽ നാളെ മുറിക്കാമെന്ന്. അപ്പം വീഡിയോ നമുക്ക് നാളെ എടുക്കേണ്ടി വരും ബാക്കി. അച്ചാച്ചന്റെ അത്യാഗ്രഹമാണ്, സാരമില്ല, നമ്മൾ സഹായിച്ചു കൊടുക്കുന്നതായിരിക്കും. 10 സെക്കൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം പറ്റി. അച്ചാച്ചൻ വന്നു കേട്ടോ. ഞാൻ കടയിൽ പോകാൻ പറഞ്ഞ സാധനം മേടിക്കാതെ വന്നിട്ടുണ്ട്. വൃത്തികെട്ട മനുഷ്യൻ. അപ്പം ഒരു ചേട്ടായി വിളിക്കും. അപ്പം അങ്ങോട്ട് പോയി. എന്തായാലും കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുമെന്നറിയാം, സീനില്ല. സോ നമ്മൾ 10 സെക്കൻഡ്സ് അവനിൽ വെച്ചു ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്.
നമ്മൾ ഒരു ഫോർക്ക് വെച്ച് നോക്കി അമ്മേ ക്ലീൻ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഈ സൈഡോടെ വേണം നോക്കി നോക്കാൻ. കട്ട് ചെയ്തോലാവല്ലോ. യെസ്, ക്ലീൻ ആയിട്ട് വന്നു. അപ്പോൾ സക്സസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് 10 minutes പാനിൽ തന്നെ കൂൾ ചെയ്യാൻ വെക്കണം എന്ന് എഴുതിയേക്കണേ. സോ നമ്മൾ കൂൾ ചെയ്യാൻ വെക്കാൻ പോവാണ്. എൻ്റെ വല്ലപ്പോഴും എടുക്കുന്ന ഗ്ലൗസ് ഒക്കെ എടുക്കട്ടെ. നമ്മൾ എടുത്തിനി കൂൾ ചെയ്യാൻ ഒരു 10 minutes വെക്കാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഗൂഗിൾ സെറ്റ് എ ടൈമർ ഫോർ 10 minutes. അച്ചാച്ചൻ ഇപ്പം അങ്ങോട്ട് റിൻസിൻ്റെ അടുത്ത് പോയേക്കുക. മീൻസ് അപ്പുറത്തെ മുറിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പാക്ക് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. അച്ചാച്ചൻ കംപ്ലീറ്റ്ലി അറിയത്തില്ല, പക്ഷെ എന്നാലും ഡൗട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. സാരി കുറച്ച് അച്ചാറ് കൊണ്ടുപോകണം. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മമാർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ അച്ചാറ്. ഭയങ്കര പാട്ടാണ്. കുളിക്കുക. സോ ഞാൻ ഈ ട്രേയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ വയർ റാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടുത്തേന്ന് മാറ്റണം. സോ ഉണ്ണിക്കുട്ടനും ഇല്ല, അച്ചാച്ചനും ഇല്ല. അപ്പം ഞാൻ തന്നെ ചെയ്യുക. വളരെ സ്മൂത്തായിട്ട് തെങ്ങിപ്പോന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബട്ടറും ആ എന്നാ പൊടിയും ഇടുന്നത് നല്ല ഹാക്കാന്ന് തോന്നുന്നു കേട്ടോ. അത് വർക്ക് ചെയ്തു. പക്ഷെ എൻ്റെ ഈ ഇറഗുലർ ഇത് കാരണം ഇവിടെയൊക്കെ ഒരു ഷേപ്പിന് കുഴപ്പമുണ്ട്. പക്ഷെ അതിങ്ങനെ ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കാം. ഇത് കുറച്ച് നേരം കൂടെ കൂൾ ചെയ്യണം. ഇതിപ്പം ചൂട് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഈ വയേർഡ് ഇതിൽ വെച്ചിട്ട് കുറച്ച് നേരം വെക്കാനാണ്. നമ്മുടെ കയ്യിൽ അങ്ങനെ കേക്കിൻ്റെ സാധനങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മുടെ അവൻ്റെ കൂടെ കിട്ടിയതാണ്. അന്നേരം അത് ഇവിടെ വെച്ചേക്കുക. ഞാൻ കൂൾ ഡൗൺ ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫ്രോസ്റ്റ് മേടിക്കാനായിട്ട് ഉണ്ണിക്കുട്ടൻ പോയിട്ടുണ്ട്. എന്താവും എന്നറിയത്തില്ല. കാരണം നമ്മളുടെ കയ്യിലുള്ളത് ഇത്രയുമാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം ഈ പിക്ചറിൽ കണ്ടതുപോലെ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരാഗ്രഹം. അപ്പം മിഡിൽ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കണം. അതെന്താവും എന്നറിയില്ല. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മേൽ ഭാഗം ആദ്യം കട്ട് ചെയ്യാൻ പോവാണ്. ചൂട് പോയടാ. ഓക്കെ ഗൈസ്, സോ കുറച്ച് സൈഡുകൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. ഇതാണ് ഉണ്ണിക്കുട്ടൻ മേടിച്ചുകൊണ്ട് വന്ന ഫ്രോസ്റ്റിങ്. വനില ഫ്ലേവേർഡാണ്. ഇത് മേടിച്ചുകൊണ്ട് വന്നു. അത് ഞാനൊന്ന് മൈക്രോവേവ് ചെയ്തു 20 സെക്കൻഡ്. സെയിം ടൈം നമ്മളിവിടെ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്ത സാധനം നമ്മൾ ഹാഫാക്കി ഒന്ന് ചൂടാറാൻ വെച്ചേക്കുവാണ്. ചൂടാറി ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടി. ഉണ്ണിക്കുട്ടൻ്റെ ടിപ്പാണ്. ലൈക്ക് ഇത് ഫുള്ളായിട്ട് ഒരു തരി പോലും ചൂടില്ലാത്ത ഇടുന്നിട്ട് വെച്ചാൽ ഏതാണ്ട് ക്രീം വെക്കുമ്പം കറക്റ്റായിട്ട് ഇരിക്കും, അല്ലെങ്കിൽ ക്രീം അതിൽ അലിഞ്ഞ് ചേരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ബാക്കി വന്ന കട്ട് ചെയ്ത ഭാഗങ്ങളില്ലേ, അതെടുത്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തു. അത് നമുക്ക് ക്രീമിലിടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ക്രീം തേക്കാം. സോ ഗൈസ്, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ച് സ്പ്രിങ്കിളും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇടാമെന്ന്. അന്നേരം ഞങ്ങൾ കുറച്ച് അതിടാൻ പോവാണ്. പിന്നെ ഇവൻ പറഞ്ഞു കാഷ്യൂം ഇടണമെന്ന്. കുറച്ച് ഇതൊക്കെ ഉണ്ണിക്കുട്ടൻ്റെ ടിപ്സ് ആട്ടോ. ഇത് ഞാൻ അണ്ണവിത്തിട്ടായിട്ടിരുന്നായിരിക്കും. അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് പോലെ അടച്ചേക്കാണ്. ഇനി നമ്മൾ ഇതിനെ വൈറ്റ് ഫ്രോസ്റ്റിംഗ് കൊണ്ട് മൂടാൻ പോവാം. കുട്ടന് നാട്ടിലൊരു ബേക്കറി ഉണ്ട്. പേര് ഏതൻസ് ബേക്കറി. ഏതൻസ് എന്നല്ലേ പറയണേ? ഏതൻ സ്വീറ്റ്സ് എന്നാണ് ബേക്കറിയുടെ പേര്. നിങ്ങൾ ഓമല്ലൂർ പത്തനംതിട്ട സൈഡ് പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. അവിടെയും ഉണ്ട്. പിന്നെ ഒരു ബ്രാഞ്ച് കൂടെ ഉണ്ടല്ലോ, അതെവിടെ ആയിരുന്നു? ചന്ദനപ്പള്ളി. അതവിടെ ഓമല്ലൂർ തന്നെയല്ലേ? ആ, സോ ഓമല്ലൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ. ചന്ദനപ്പള്ളിയിലും ഉണ്ട്. ഏറ്റവും ഫേമസ് ഏതാടാ? ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കിനാണ് ഏറ്റവും പിടി. അത് അച്ചാച്ചൻ പണ്ടോട്ടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ.
അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ചെയ്തു വന്നപ്പോൾ എന്തോ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് മേളിലല്ലേ. ശരി, സ്കിൽഡാണ്. അബദ്ധമൊന്നും പറയും. വർക്ക് ഇഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കുള്ളൂ. ഇതോ അത് ഇട്ടിട്ട് കാര്യമില്ല, കാരണം ഒന്നും ശ്രദ്ധിക്കില്ല. ചെറിയൊരു മാറ്റം കൂടെ വരുത്തി. നമ്മൾ കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മൾ ഇഗ്നേഷ്യസിൻ്റെയും ഡോണയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അവർക്കൊന്ന് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അവരിവിടെ എവിടെയോ തിരിഞ്ഞു ഏതോ കടയിലൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം, അവരെ പറ്റുമെങ്കിൽ അവരെ കൊണ്ട് ഇത് കട്ട് ചെയ്യിപ്പിക്കാം. ചെറിയൊരു പോർഷനേ ഉള്ളൂ. ബിക്കോസ് നാളെ അച്ചാച്ചൻ്റെ ബർത്ത്ഡേക്ക് മുറിക്കാമെന്ന് കരുതി. അത് എന്തായാലും അവർ തന്നെ കഴിക്കും. എപ്പോഴെങ്കിലും ഇവിടെ വരും. എന്തായാലും സൺഡേ വരെ സമയമുണ്ടല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും വന്ന് കഴിക്കുമ്പോൾ അവർ കഴിച്ചോളൂ. ഇത് തൽക്കാലം ചുമ്മാ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് പോകാമെന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് മുറിച്ച് അവിടെ വെച്ച് മുറിക്കാൻ പറ്റുന്ന സൈസും വേണമല്ലോ. അപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതെടുത്ത് ഇത് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഹാക്ക് ആയിരിക്കില്ലേ, നമ്മളിങ്ങനെ അടപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ചാൽ മതി. പുതിയ ഡിസൈൻ കിട്ടി ഗൈസ്. നമ്മൾ പുതിയ ഡിസൈനിലാണ് വെക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പുതിയ ഡിസൈൻ വന്നിരിക്കുകയാണ്. ഇത് എന്തായിരുന്നു? 3, 4, 5, 6, 7, 8 ഉണ്ടോ ഒക്ടഗൺ. ലൂക്കയുടെ ഒക്ടഗൺ. ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ടോ? ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എന്റെ ഏതോ വെജ് മേടിച്ചതിന്റെ കവറായിരുന്നു. ഞാൻ എന്തിനു വെച്ചതാന്ന് എനിക്കറിയില്ല, എന്തായാലും ഉപകാരപ്പെട്ടു. ഗൈസ്, നമ്മൾ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ വരുത്തി ഒരു ഹാർട്ട് നടുക്ക് വെച്ചു. അച്ചാച്ചന് ഹാർട്ടിന്റെ ഷേപ്പിലെ കേക്ക് തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ പിന്നെ നമ്മളൊരു ഹാർട്ട് വെച്ച് ഇപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ, ഇതാണ് ഉണ്ണിക്കുട്ടൻ, ഇതാണ് റിൻസ്. സോ ഞങ്ങൾ അച്ചാച്ചനെ വിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ബാക്കിയുള്ളവരൊക്കെ ഇൻവിസിബിൾ ആണ് കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, പക്ഷെ ഒന്നുകൂടെ ഇത് ഓക്കെയാ. ഇത് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. നീ എന്താ ഉദ്ദേശിച്ചത്? ആഗ്രഹം ഓർക്കാണ്. തണുത്തിട്ടായ ഇത് മടക്കി വയ്ക്കാൻ അപ്പളെ പറഞ്ഞു. അവള് മേക്കപ്പ് ചെയ്യാൻ പോയേക്കുക. എല്ലാരും ഇപ്പൊ എത്തിയിട്ടുണ്ട്. അതാണ് ചിമ്മു, ഇതാണ് സേറ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പണ്ട്. ഇപ്പൊ എല്ലാം മറന്നുപോയെന്ന് തോന്നുന്നു. ആണോ സേറ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ഇപ്പൊ ആലോചിക്കും. ഓക്കെ ബൈ. അത് ഞാനൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. മടക്കി വെക്കാം, അപ്പഴേ പറഞ്ഞു. എനിക്ക് ഊരിക്കത് അയ്യോ ചെയ്തോല്ലോ. ഈ ലാമ്പ് കൊള്ളാലോ, എടുത്തോണ്ട് പോയാലോ. ഇത് പൊക്കിയാലോ? ആനിവേഴ്സറി സോങ് അറിയത്തില്ല, ബർത്ത്ഡേ ഞാൻ പൊളിച്ചത്. ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെ മാട്രിമോണിയിൽ നിന്ന് കിട്ടിയതാണ് ഇത്.
നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. സ്പെഷ്യലി മെയ്ഡാണ്. പക്ഷെ ഞാൻ ആദ്യം നല്ലതാണോ ചോദിച്ചിട്ട് പറഞ്ഞാ മതിയായിരുന്നു. വിട്ടുപോയി. വേറെ ട്രൈ ചെയ്ത് റോണ ചേച്ചി മേക്ക് ചെയ്ത് ഹാപ്പി ആനിവേഴ്സറി. പ്രൗഡ് ഓഫ് വാട്ട്? സോ ഗൈസ്, അങ്ങനെ യുവം ഇതിനുകളുടെ ആനിവേഴ്സറി നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ്. ആ കല്യാണം കഴിച്ചവര് അവരുടെ ഫോട്ടോ. എന്റെ 10 മിനിറ്റോളം കേട്ടോ. അതെ, ചിമ്മിന് കുറെ ദൂരമുണ്ട്. ഇവിടെ അല്ലെന്ന് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഭയങ്കര മത്സരമാണ്. അച്ഛൻ കൊച്ചിനെ വിട്ടിട്ട് നടുവൊക്കെ വയ്യുന്നു. വേറെ പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഗുഡ് നൈറ്റ് ഫ്രം ഓൾ ഓഫ് us. എന്ത് കേക്കിന്റെ റിവ്യൂ നല്ല കേക്കായിരുന്നു. ഇവര് പറഞ്ഞ സമയത്ത് ക്യാമറ ഓൺ അല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. സാരമില്ല, നമ്മളിത് ഇനി കൊടുക്കുമായിരിക്കും എപ്പോഴെങ്കിലും. അപ്പൊ അന്നേരം ഇവര് പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ബൈ ബൈ. സാറ ബൈ. ബൈ ബൈ.